പപ്പ എന്തിയാ മമ്മി? അങ്ങനെ വേറെ ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് കെട്ടാൻ പോയി. എന്നിട്ട് ഇങ്ങോട്ട് വരുമോ? പോടോ, നല്ല ചുട്ടടി വെച്ചിരും. എന്റെ അമ്മച്ചി ജോണിയുടെ അപ്പം പിണങ്ങി അങ്ങേരുടെ വീട്ടിൽ പോയിരിക്കുക. പിന്നെ അവൻ പിണങ്ങുന്നു, അതിനുള്ള ഉശരൊന്നും അവനില്ല. അയ്യോ, എന്റെ പൊന്നും കുരിച്ച് മുത്തപ്പനാണ് സത്യം. വല്ല നാട്ടിലും അഭിമാനം കളഞ്ഞ് ജീവിക്കാൻ കഴിയലെന്നും പറഞ്ഞു പോയതാ. ആരെടി അവന്റെ അഭിമാനം കളഞ്ഞേ? ദേ, സഹോദര സ്നേഹമുള്ള എന്റെ ഒരു പുന്നാര സഹോദരനാ. ഇവൻ ഒറ്റ ഒരുത്തൻ കാരണ എനിക്ക് ഗതിയോട് വന്നത്. ചേച്ചി, ഞാനൊരു ഐഡിയ പറയാം. ചേച്ചി ഇനിയും വയനാട്ടിലോട്ടൊന്നും പോണ്ട, ഇവിടെ അങ്ങോട്ട് ഓടിക്കോ. അമ്മച്ചി, ദേ ഇവൻ പറയുന്ന കേട്ടോ. വല്ല നാട്ടിലും ആടിനെയും കോഴിയും ഏലക്കയും കുരുമുളകും ഒക്കെ കളഞ്ഞു വെച്ച് ഞാൻ ഇങ്ങോട്ട് പോരാനോ? അപ്പൊ ജോണിയുടെ അപ്പന്റെ കാര്യോ? അതും അങ്ങ് പൊയ്ക്കോട്ടെ. ദേ പപ്പ നിൽക്കുന്നു. ആഹാ, നിങ്ങൾ ഒന്നിച്ചു വന്നോടി ഈ തിരുമറിയലൊക്കെ. ഇറങ്ങി ചെന്ന് തന്തയെ വിളിച്ചോണ്ട് വാടാ. ഇവന്റെ ഈ ഒളിഞ്ഞോട്ടം കൊണ്ട് ഇങ്ങനെ ചില ഗുണമുണ്ട്. അയ്യോ എന്റെ കർത്താവേ, ഇത് എവിടുന്ന് വരുന്നു? ചുമ്മാ വേല ഇറക്കാതെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകാനാ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. അയ്യോ, എന്റെ പരിമലപ്പള്ളിയാണ് സത്യം. വർഗീസ് അളിയൻ വയനാട്ടിൽ കാല് കുത്താതെ ഞാൻ തിരിച്ചു വരികയെന്നും പറഞ്ഞു പോയ മനുഷ്യനാ ഇപ്പൊ ദേ വരുന്നു. ബാബാ, ഇയാളെന്നെ അവിടെ നിന്ന് കളഞ്ഞേ. അല്ലേ, നിങ്ങളിത് എവിടുന്ന് വരുന്നു? നീയപ്പോ സൈഡ് മാറിയോ? കണ്ടിട്ടേ ഇല്ലാത്തതുപോലെ. എന്നെ അവിടെ നിർത്തിയാ ചെല്ലിയോ ഇവിടെ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാനായിരിക്കത്തില്ല, നിങ്ങളുടെ മറ്റോളായിരിക്കും. തെമ്മാടത്തിനെ പറഞ്ഞാണല്ലോ. പരിസരമൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് പള്ളി തെറിപ്പിക്കും. എന്റെ കർത്താവേ, ഞാനാണല്ലോ എല്ലാവരുടെ മുമ്പിലും മോശക്കാരിയാവുന്നേ. ഈ നെഞ്ചത്തടിയും നിലവിളിയും ഒന്നും കണ്ടെന്ന് വെച്ച് എന്റെ മനസ്സലിയല. നേരും നെറിയും ഇല്ലാത്ത കാര്യത്തിന് കൂട്ട് നിന്ന് തല്ലാനും കൊല്ലാനും അല്ല ഞാൻ കളരി പഠിച്ചതും പഠിപ്പിക്കുന്നതും. അതിനെന്നെ കിട്ടിയാല. നിന്റെ വായിന്ന് നേരിട്ടാവെന്ന് കേൾക്കണമായിരുന്നു. പക്ഷേ നീ ചെവിക്കുന്നുള്ളിക്കോ. നീ വന്നില്ലെങ്കിലും വയനാട്ടിൽ ഞങ്ങൾ പയറ്റും. തച്ചോളി വർഗീസ് വന്നില്ലെങ്കിൽ പുത്തൂരാനെ കൊണ്ടുപോയി ഞങ്ങൾ അംഗം വെട്ടും. ഇത് സത്യം, സത്യം, സത്യം. തുടങ്ങാം. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്ത് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. പുത്തൂരെ സൂക്ഷിച്ചു വേണം, അതുങ്ങൾ ചത്തുപോകും. പോയി പടി പോയി. നിന്നെ വടിയെടുക്കടാ. എന്റെ ഒരു കളരി വീതി ചുരുക്കി കിടകം മറുകിടകം. ശ്യാം, ശ്യാം, ഇതാ തന്റെ ബർത്ത്ഡേ കേക്ക്. ശ്യാം, അതെ
വേലങ്ങ് മനസ്സിൽ വെച്ചേരെ. 3 അമ്മമാരും കൂടെ ചേർന്നുകൊണ്ട് അവനെ ഒളിപ്പിച്ചിരുത്തിയേച്ച് മുഖത്ത് കുറച്ചുകൂടെ വിഷമം വരുത്തും, എന്നാലും ഒരു ഒറിജിനാലിറ്റി വരും. ഇന്നലെ ശ്യാം കളരിയിൽ എത്തുന്നു വിചാരിച്ച് ഞാൻ എങ്ങോട്ടും തിരിഞ്ഞില്ല. അയാൾ അവിടെ ഇന്നലെ മുതൽ ഞങ്ങളും നോക്കിയിരിക്കുക. അവനെ മദ്രാസിലേക്കൊന്നും വിടണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? വിളിച്ചു. അവരുടെ ബാച്ചിന് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. ഇപ്പൊ വെക്കേഷനാ. എല്ലാരും വീട്ടിൽ പോയിരിക്കുന്ന വാർഡൻ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവും, അല്ലാതെ എവിടെ പോനാ? അവന്റെ പഠിത്തം നിർത്തി പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കുക വേണ്ടത്. എന്നാലേ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കണ്ട. നല്ല ഇരുത്തം വന്ന മനസ്സാ, അത് കളരിയിൽ നിന്ന് കിട്ടിയതാ. അയാളുടെ ചൂടൊന്നും പിഴക്കില്ല. എന്നാലും മനുഷ്യന്റെ കാര്യല്ലേ. അവനെ കാണാത്തപ്പോ ഒരു വിഷമം. പെറ്റ എന്നേക്കാൾ വിഷമമാ സുഭദ്രയടുത്തേക്കും ലക്ഷ്മിക്കൂ. ഞങ്ങളുടെ അച്ഛനും എല്ലാം അന്വേഷിച്ചു തരേണ്ട ഭർത്താക്കന്മാരും നേരത്തെ അങ്ങ് പോയില്ലേ. പിന്നെ ഒക്കെക്കും കൂടിയുള്ള ഒരാൺതരിയ എനിക്കും ലക്ഷ്മിക്കും കൂടി വേണ്ടിയാ അവൻ രമയുടെ വയറ്റിൽ പിറന്നത്. നിങ്ങളുടെ ഈ മട്ട് കണ്ട അയാളുടെ ചുവടൊന്നും പിഴക്കില്ല എന്ന് നേരത്തെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുമെന്നാ തോന്നുന്നു. കണ്ടില്ലേ, ഒരു പിറന്നാളിന് വരാത്തപ്പോ തന്നെ ഏതാണ്ട് വലിയ ആപത്ത് വളഞ്ഞ മട്ട എല്ലാവർക്കും. നീയൊന്ന് പാട് രാത്തിങ്കൾ ചൂട് കാണാക്കടമ്പിന്റെ കൊമ്പിലാട് കൈമൈ മറന്നൊന്ന് കൂടെയാട് പൊൽത്താലമേന്തുന്ന പൂങ്കിനാവേ നാണം കുടുങ്ങുന്ന നാട്ടുവൈനെ നീയൊന്ന് പാട് രാത്തിങ്കൾ ചൂട് എന്റെ സാരംഗി ഹോ പിന്നുന്ന സംഗീതമല്ലേ എന്നൽ ചിലമ്പൊരുമേതു പെണ്ണിന്റെ വെൺതൂവലല്ലേ നെഞ്ചോരം കൊഞ്ചാൻ വായോ തേൻതൂ മുത്തം നീതായോ പാട് രാത്തിങ്കൾ ചൂട് എന്റെ പൂന്തൊട്ടിലീഹോ ആരാട്ടുമീട്ടുന്ന താളം മഞ്ഞിന്റെ പൂപ്പന്തൽ മേലെ മിന്നാമിനുങ്ങിന്റെ നാളം പൊന്മാനെ പൊൻപൂത്തേനെ ചായോ ചായം ചാഞ്ചാട് നീയൊന്ന് പാട് രാത്തിങ്കൾ ചൂട് കാണാക്കടമ്പിന്റെ കൊമ്പിലാട് കൈമൈ മറന്നൊന്ന് കൂടെയാട് പൊൽത്താലമേന്തുന്ന പൂങ്കിനാവേ നാണം കുടുങ്ങുന്ന നാട്ടുമൈനെ നീയൊന്ന് പാട് രാത്തിങ്കൾ ചൂട്
സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് വെക്കേഷനാ. ശ്യാം വീട്ടിൽ പോയിരിക്കുക. വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാ ഇവിടുന്ന് പോയത്? പോയിട്ട് 3-4 ദിവസമായല്ലോ. വന്നാ വീട്ടിലോട്ട് വിളിക്കാൻ പറയണേ. ശരി. ഓക്കെ. ആ ഹായ്. ഹലോ. ഹോയോ. ഹായ്. രാജൻ, അല്ല ഇതാര്? വർഗീസോ? എപ്പോഴെത്തി? ശ്യാം എവിടെ? എന്താ വർഗീസേ ഇത്? ശ്യാമിന് ഹോസ്റ്റലിലല്ലേ തിരക്കേണ്ടത്? എവിടാ തിരക്കേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനാര്? അവന്റെ ലോക്കൽ ഗാർഡിയനോ? ഗാർഡിയനാകാനുള്ള എന്ത് യോഗ്യത തനിക്കുള്ളത്? കളരിപ്പയറ്റ് വിറ്റ് കാശാക്കുകയും കൂലിക്ക് തല്ലാൻ നടക്കുകയും ചെയ്യുന്നതാണോ യോഗ്യത? വേണ്ട വർഗീസേ, ഞാൻ നിന്നെ വിട്ടുകളഞ്ഞിരിക്കുക. നീ എന്നെ അംഗത്തിന് ക്ഷണിക്കരുത്. ക്ഷണിക്കാൻ നീ അവസരം ഉണ്ടാക്കരുത്. പഴയ കണക്കുകളുണ്ട്, അറിയാമല്ലോ. നീ എന്റെ അപ്പനോടും കുടുംബത്തോടും ഒക്കെ കാണിച്ചത്. അതൊക്കെ നമുക്ക് കൂട്ടി നോക്കേണ്ടി വരും. വേണ്ട പണിക്കരെ, എന്നെ വലിച്ചഴക്കരുത്. എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? കളരി നശിപ്പിച്ചതുപോലെ നീ അവനെ നശിപ്പിക്കരുത്. അവൻ ചെറുപ്പമാ, നിന്നെ പോലെ അവൻ ആകരുത്. അതുകൊണ്ടാ. നമസ്കാരം. നമസ്കാരം. ആ മാത്തുകൂട്ടി എപ്പോ എത്തി? അവൻ വെളുപ്പിനെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എവരെന്നെ ഒരു സുമാറിലായിരിക്കുന്നേ. ഓ ഓ ഇരുന്നാട്ടെ. എന്നാ പറയാനാ എന്റെ അവറാച്ച മുതലാളി? കഷ്ടവാ. സംബന്ധക്കാര് തമ്മിലും വീട്ടുകാര് തമ്മിലും ഒരു സ്വരച്ചേർച്ചയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപോയെങ്കിൽ അങ്കവും കുറിക്കും വാളും എടുക്കും. ആ സന്മനസ്സുള്ളിടത്തല്ലേ സമാധാനം കിട്ടൂ. കിട്ടി. ഏ ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയ. വെടികുണ്ട കൊണ്ട് സമാധാനം കിട്ടുന്നവരും ഉണ്ടല്ലോ എന്റെ കർത്താവേ. ആ ഇനി ഇവരെ വിളിപ്പിച്ച എന്നാത്തിനാന്ന് മുതലാളി തന്നെ അങ്ങോട്ട് പറഞ്ഞാട്ടെ. ആനിക്കുട്ടിയുടെയും വർഗീസന്റെയും കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്റെ കാര്യം ഞാനങ്ങ് പറയാലോ. അബ്കാരി ബിസിനസ്സില് എനിക്ക് ആത്മാർത്ഥത്തോടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടായാലേ പറ്റൂ, പ്രത്യേകിച്ച് മദ്രാസില്. അതിനിപ്പം രാജൻ പണിക്കർ അവിടെ ഇല്ലേ? അവനെ കൊണ്ട് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റുമോ? എടോ, അതാ ഞാൻ ആത്മാർത്ഥയുടെ കാര്യം പറഞ്ഞത്. അത് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല, ബന്ധുബലം കൊണ്ട് കിട്ടുന്നതാ. മനസ്സിലായോ? അതുകൊണ്ടാണ് ആനയുടെ കെട്ടിയോൻ വർഗീസ് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനിപ്പോ തച്ചോളി വർഗീസിന് നേരെ ചൊവ്വ കച്ചമുറിക്ക് കിട്ടാറിയോ? വർഗീസിന്റെ കാര്യം അറിയാവുന്നവരെല്ലാം ഇങ്ങനെ ചിരിക്കും. ഇങ്ങനെയുള്ള ഒരുത്തുണ്ടെങ്കിൽ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ മുതലാളിക്കേണ്ട ഭ്രാന്തുണ്ടോ? എന്റെ അമ്മച്ചി, വർഗീസിന് കളറി അറിയാമേലെന്നൊന്നും ഞാൻ പറയത്തില്ല. അറിയായിരിക്കും, പക്ഷെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം മുതലാളി? അതെടുത്ത് പ്രയോഗിക്കാനുള്ള ചങ്കൂറ്റം അവനില്ല. എത്ര ഒന്നാന്തര സന്ദർഭങ്ങളാ ഞാനും ഓമനെ കൂടെ അവനെ കൊണ്ടുവന്ന് കൊടുത്തത്. അതിലൊന്നും അവൻ ഇടപെടത്തില്ല. ഒടുവിലെ നിവർത്തികേട് കൊണ്ട് ഞാനൊരു രേഖവനെ ഇറക്കി. ഇപ്പൊ തലേ തുണിയിട്ടോണ്ടാ ഞാനും എന്റെ കെട്ടിയോടും കൂടെ വയലായിട്ട് ജീവിക്കുന്നത്. അതെ, അടി അറിയാവുന്നവര് കണ്ട ആപ്പയുടെ ഊപ്പയുടെയും കൂടെ അടിക്കാൻ ഇറങ്ങിയതുകൊണ്ട് പറ്റിയതാ. അതൊക്കെ സഹിച്ചോണ്ടാ മതി. ആ അതല്ലേ. നിന്നെയൊക്കെ ആണല്ലോ എന്റെ കർത്താവെ വർഗീസിന്റെ അളിയന്മാരായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഓ, ഇനി ഇപ്പൊ അത് ഇതും പറഞ്ഞ് ആരും ഇറങ്ങിയറാവണ്ട. നമുക്ക് ആനിക്കുട്ടിയും വർഗീസിന്റെ മനസ്സോധി നടത്തണം. നടത്തിക്കോ, പക്ഷെ ഞാനും ഓമനെ സഹകരിക്കില്ല കേട്ടോ. ആനിക്കുട്ടിയെ വേറെ ആണുങ്ങളെ കൊണ്ട് കെട്ടിക്കരുത്. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ. നീ ഇറങ്ങിക്കോ. നീയൊക്കെ ചെകുത്താന്റെ സന്തതികളാ. യവനൊക്കെ മറുതലിപ്പിന്റെ നേരത്തെ ഗുരുത്താന്മാരാ. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഓട്ടേലിയാമേ, അവരെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്ന മര്യാദ. അവറാച്ച മുതലാളിനകത്ത് ഇടപെടരുത്. യവനെ ഒന്നും കണ്ടോണ്ടല്ല ഞാൻ വർഗീസിനെ പെട്ടത്. അവന് പെണ്ണ് കെട്ടാൻ ഇവന്റെ ഒന്നും അനുവാദം വേണ്ട, ഒരു പൂച്ചാണ്ടിയും വേണ്ട. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അച്ഛൻ വന്നേ. ഓ, എന്നാ ഞാൻ അറിഞ്ഞില്ലെന്ന് വെച്ചോളാം. അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ കുടിച്ചു. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ അഭിപ്രായം അങ്ങ് പറയാം. ശുദ്ധ മണ്ടന്മാരാ നിങ്ങള്. വർഗീസിനെ പോലെ അളിയനെ കൈ കിട്ടിയിട്ട് നിങ്ങൾക്ക് അയാളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഉണ്ടായോ? ശകലോ? എന്നാ ശകലവാ? ആ ഇതായിരുന്നോ? ഞാൻ വിചാരിച്ചു ഒഴിച്ചു. ആഹാ, നല്ല സുഖം. ഈ രാജൻ പണിക്കരും നമ്മുടെ വർഗീസും തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാ? അവര് കീരിയും പാമ്പ് പോലല്ലയോ? ആ, അപ്പൊ അതാ മർമ്മം. നമ്മൾ അവിടെ തുടരണം. എങ്ങനെയാ? എടോ, നിങ്ങളുടെ കൈ കീരിയും പാമ്പും ഇരിക്കല്ലയോ? വർഗീസും രാജൻ പണിക്കരും
അവന്മാര് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അത് നടക്കില്ല മുതലാളി. അവർക്ക് പരസ്പരം അറിയാം. നമ്മൾ മനസ്സ് വെച്ചാ നടക്കും. നമ്മൾ നടത്തണം. ഐഡിയ എന്താന്ന് മുതലാളി പറഞ്ഞാട്ടെ. കളരിപ്പയറ്റിന്റെ കാര്യത്തിൽ വർഗീസിനെ നമ്മൾ നാറ്റിക്കണം. രാജമണിക്കയുടെ മുമ്പിൽ അവനൊരു പുല്ലുവലം തെളിയിക്കണം. എന്ത് പറയുന്നു? നിങ്ങളുടെ മനസ്സിലിരിപ്പോ അത് തന്നെ അല്ലയോ? അളിയൻ ധാരാളം നാറിയെ പറ്റൂ. രാജൻ പണിക്കർക്ക് കളരി മാത്രമല്ല കരാട്ടെ അറിയോ. അളിയനെ അയാള് പുല്ല് പോലെ നാട്ടിച്ചോളും. മരിക്കുന്നതിന് മുമ്പ് മുതലാളി എനിക്കതൊന്ന് കാണണം. എടോ, അതിനൊക്കെ എളുപ്പ വഴിയുണ്ട്. എല്ലാ വഴിയാ? ഒരേ ഗുരുവിന്റെ 2 ശിഷ്യന്മാരല്ലയോ അവന്മാര്? അതെ. അവന്മാര് തമ്മിലൊരു മത്സരം വെക്കണം. ഒരു മത്സര പയറ്റ്. അത് ടിക്കറ്റ് വെച്ച് നടത്തി അതിന്റെ കാശ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, അളിയൻ നാറുകയും ചെയ്യും. ഓ എന്റെ മുതലാളി, ഈ അവസരത്തിലെങ്കിലും ഞാനൊരു ചേഴ്സ് അടിച്ചോട്ടെ. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തേതെടുത്ത് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് വലത്തിടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാടിക്കെട്ടി. ആ ദേ, ഇടത്ത് വലത്തോട്ട് വലത്ത് ഇടത്തോട്ട് വലത് കൊണ്ട് വീതി ചുരുക്കി ചാടിക്കെട്ടി. വർഗീസ് വന്നോന്നറിഞ്ഞു. ഇവര് രണ്ടാളും എന്നെ അവിടെ ഇരുത്തണില്ല. എന്താ അങ്ങോട്ട് വരാഞ്ഞേ? വിവരം അറിയാത്തോണ്ട് ഇരിക്കപ്പുറതിയില്ല. വർഗീസ് അവനെ കണ്ടോ? അവൻ എന്താ വരാഞ്ഞത്? വർഗീസിന് എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. അയാളിപ്പോ ആ രാജൻ പണിക്കരുടെ കൂടെ എന്തോ കരാട്ടെ പഠിക്കുകയാണ്. അത് നല്ലതാ, നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. എന്തായാലും വർഗീസ് അവനെ കണ്ടുവല്ലോ, അത് മതി. ഇനിയിപ്പോ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് സമാധാനായി. അല്ല പിന്നെ സാറാമ്മ മടത്തി ചേരാൻ പോവാന്ന്. ഏത് സാറാമ്മ? ദേ നിക്കുന്നു നിങ്ങളുടെ പുന്നാര അനിയത്തി. നീ ഒന്ന് അടങ്ങടി. എടീ, ചെറിയ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റതങ്ങ് നടത്തും. എന്നതാ? മതി മതി, ആവേശം കൂടി കയ്യിന്റെയും കാലിനും കുഴ തെറ്റരുത്. എടിയാ, മത്സരം കഴിയുമ്പോ 7 സാറാമ്മമാരെ കെട്ടിക്കാനുള്ള കാശ് ഈ പുത്തൂരാന്റെ കയ്യിലുണ്ടാവും. നീ കയറ് പൊട്ടിക്കാതെ. വേണ്ടി വന്നാൽ വർഗീസിന്റെ കല്യാണം നടത്തുന്ന കൂട്ടത്തിൽ നിന്റെ നടത്തും. അതിനകം ഒരു ചേകവനെ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടാം. അത് വേണ്ട ചേ. എന്നതാടി? കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ജോർജ് കുട്ടിയും സാറാമ്മയും തമ്മിൽ സന്തോഷമാ. സന്തോഷമാണെന്ന് പറഞ്ഞ് അവൻ ഓശാരത്തിലൊന്നും കെട്ടണ്ട. അവൻ ചോദിക്കുന്ന പോക്കറ്റ് മണിയാ പുല്ലുപോലെ കൊടുത്തോളാം. മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ എനിക്ക് തോന്നുന്നില്ല. എന്നതാ? ഇത് ഞാൻ വേണേ എന്നെ തല്ലിക്കൊന്നോ, എന്നാലും ഞാൻ പറയും. എന്നതാടി? നിങ്ങളുടെ പിത്തലാട്ടത്തിനൊന്നും വർഗീസ് അച്ചായനെ കിട്ടുകയല്ല. നീ നിന്റെ കരുനാക്കൃത്ത് വീശാതെ. അല്ലെങ്കിൽ തന്നെ രാജൻ പണിക്കര് ഈ നാട്ടിൽ വന്ന് ഇച്ചായന്റെ കൂടെ പയറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല. എടീ, അയാൾ വരും. വരേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ ആങ്ങളെ അവൻ മുട്ടുകുത്തിക്കുന്ന എനിക്കൊന്ന് കാണണം. അത് കഴിഞ്ഞാൽ ഞാനും രാജൻ പണിക്കരും കൂടി ഇവിടെ ഒരു കളരിയിടും. ഈ നാട് ഞങ്ങൾ കിലുകില വിറപ്പിക്കും. പുത്തൂരാനും മതിലൂർ രാജൻ പണിക്കരും കൂടി ഈ നാടൻ നടക്കി വാഴുമടി ചൂലേ. നീ നോക്കിക്കോ. പിന്നാക്കം മാറി അശ്വവടിവിൽ നിന്ന് ഇയാൾക്ക് കളരി പഠിക്കാനൊന്നും അല്ലല്ലോ ഇൻട്രസ്റ്റ്. എന്നാലേ ഞാൻ ഭരതനാട്യം അങ്ങോട്ട് കാണിച്ചു തന്നാ പെട്ടെന്നൊന്ന് ചവിട്ടാമോ? അതിന് ഇയാൾ ഭരതനാട്യം ഒന്നും കാണിക്കണ്ട. അല്ലാതെ തന്നെ ഒരൊറ്റ ചവിട്ട് വെച്ച് തരാനാ തോന്നുന്നു. ആ ചവിട്ടിക്കോ. പക്ഷെ ഒരു കാര്യം, ചവിട്ടുകൊണ്ടിടം തിരുമ്മി തരേണ്ടി വരും. നേരേക്ക്. ഇന്നലെ ഞാനൊരാളെ കണ്ടു. ഇന്നലെ ശ്യാമിനെ കണ്ടു. ഞാൻ എന്നെ വേണം. എപ്പോഴാ കണ്ടത്? ആരെയാ? ശ്യാമിനെ. പറയാനിപ്പം മനസ്സില്ല. ചുമ്മാ കളിക്കാൻ സത്യം പറ. ഇന്നലെ താൻ ശ്യാമിനെ കണ്ടോ? അയാളെ കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല. So beautiful. എടാ, എന്റെ കണ്ണടഞ്ഞ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? ഈ ഒറ്റാന്തടിയായിട്ട് നീ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അമ്മച്ചി ഇപ്പൊ വന്ന് ഈ കറികൾക്കൊന്നും ഒപ്പി ചേർക്കുകയില്ല. അതെ, ഇനി നേരാമണ്ണ ഉപ്പ് കൂട്ടി കഴിക്കണമെങ്കിൽ നീ ഒരു പെണ്ണ് കേട്ടെ. ഈ നശിച്ച ചെറുക്കൻ. എടാ ചെറുക്കൻ, ഈ പുളുങ്കരി വരി ഞാൻ കണ്ണിലൊഴിക്കും. എന്നെ
ചെയ്യോനോ ഊരുത്തം കെട്ടവനെ? ഞാനും നോക്കട്ടെ. അയ്യോ നേരെ ഉപ്പേ ഇല്ലല്ലേ മോനെ? അമ്മ ചേച്ചി ഉപ്പ വേണ്ട വേണ്ട, അത് മതി. ആ എന്നാ പിന്നെ ഞാനോട് ഇത്തിരി കഞ്ഞി കുടിക്കാം. നീ ആ പ്ലേറ്റിങ് എടുത്താട്ടെ. മുടി എന്തൊക്കെ ഇതിനകത്ത്? അത് തേങ്ങയുടെ നാരാ കുഞ്ഞ്. തേങ്ങയുടെ ചുമ്മാ നാര്. എപ്പോഴും കുറ്റം കണ്ടുപിടിക്കും. അയ്യോ നേരെ അപ്പളും കറിക്കും ഉപ്പില്ല. എന്നിട്ട് ആ ശ്യാമൊന്നും പറഞ്ഞില്ലല്ലോ. ശ്യാമോ? അവനോട് വന്നിരുന്നോ? വിശക്കുന്നൊന്നും പറഞ്ഞ് ഇവിടെ വന്ന് എന്റെ കയ്യിൽ നിന്ന് കഞ്ഞിയും കുടിച്ചാ പോയത്. എന്നിട്ട് നിന്നെ കണ്ടില്ലയോ? ഇല്ല, കളരിയിൽ ഞാൻ ഇല്ലായിരുന്നു. ആനിയുടെ നിന്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞു. മതി, കൂടുതലൊന്നും പറയണ്ട. അയ്യോടി നിനക്ക് തന്നെ പറ്റി ചെറുത്താൻ കയറിയോ? അമ്മച്ചി ഒന്നും മിണ്ടായിരിക്കുന്നോ? നിനക്ക് വെളിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോ എന്നാ പറഞ്ഞു? അവൻ എന്നെ കാണാതെ ഒളിച്ചും പാത്തും നടക്കുന്നത്. രാജം പണിക്കരെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ തീർത്തൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ വേണമെങ്കിൽ നേരിട്ട് പോയെന്ന് കണ്ടാലോ? അതൊന്നും വേണ്ട, അവന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ബാക്കി കാര്യം ഏർപ്പാടാക്കിയാൽ മതി. ബാക്കി കാര്യം എന്ന് വെച്ചാ എന്നാ മനസ്സിലായത്? നോട്ടീസും ടിക്കറ്റ് ബുക്കും പരസ്യവും ഒക്കെ. എടോ അതിനൊക്കെ നിവൃത്തിയുണ്ട്. ആദ്യം വേണ്ടത് വർഗീസിന്റെ ഉറപ്പാ. അതാര് പറഞ്ഞ് സമ്മതിപ്പിക്കും? അതാ ചോദ്യം. അതിപ്പോ പ്രവിത്താനത്തച്ഛൻ പറഞ്ഞാൽ വർഗീസ് സമ്മതിക്കും. അച്ഛനെ ഈ കാര്യത്തിലൊന്നും കൂട്ടി തുടങ്ങിക്കാതിരിക്കുന്നത് നല്ലത്. അതല്ല മുതലാളി, പള്ളിവക ഒരു അനാഥാലയം പണിയുന്ന കാര്യം ഇതിനു മുമ്പ് അച്ഛൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിലേക്കുള്ള ഫണ്ട് വിരുവിലേക്കാണെന്നും പറഞ്ഞ് ഈ മത്സരത്തെ പറ്റി പറഞ്ഞാൽ അച്ഛൻ വർഗീസിനെ തട്ടക്കയറ്റിക്കോളും. പിന്നെ നമ്മളൊന്നും അറിയണ്ട. മുതലാളി തന്നെ ഒന്ന് പറയാമെങ്കിൽ അച്ഛൻ മുട്ടാപ്പൊക്കൊന്നും പറയല്ല. അച്ഛനും ഞാനുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. ഇവിടുത്തെ അനാഥാലയത്തിൽ വളർന്നവനാണല്ലോ സണ്ണി. നമ്മുടെ ഇടവകയിലെ സെമിത്തേരിൽ അവന്റെ ശവടക്കം നടത്തേണ്ടിയിരുന്നത്. അത് മദ്രാസിലാക്കിയത് ശരിയായില്ലെന്ന് ഞാൻ അച്ഛനോട് തുറന്നങ്ങ് പറഞ്ഞു. അച്ഛൻ അതിൽ എന്നോട് നീരസം ഉണ്ടാവും. നിങ്ങളെ എന്ന് പറഞ്ഞാൽ മതി. അനാഥാലയത്തിന്റെ കാര്യം ആയതുകൊണ്ട് അച്ഛൻ എതിർപ്പൊന്നും പറയല. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി ഒരാളും കൂടെ വിചാരിച്ചാലേ വർഗീസിനെ മെരുക്കാൻ പറ്റൂ. അതാരാ? ഏലിയാമ്മ. ഏലിയാമ്മ തറ തട്ട നിന്നാ കമാന്നൊരക്ഷരവും മിണ്ടത്തില്ല. അത് നേരാ. പോരാത്തതിന് രാജം പണിക്കരോട് അവർക്ക് അത്രയ്ക്ക് പകയാ. അപ്പൊ ആ മർമ്മം നോക്കി ഏലിയാമ്മയെ ഒന്നും നോവിച്ചാ വർഗീസിനെ അവര് കച്ചകെട്ടിച്ചിറക്കിക്കോളും. കളരിയാണോ കരാട്ടയാണോ കേമോ എന്ന് ചോദിച്ചാ ഞാൻ കരാട്ടെ എന്ന് പറയൂ. ചുമ്മാതല്ല, ബാംഗ്ലൂർ വെച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നതാടോ? ചുടുകട്ടയും ഇതുപോലുള്ള തേങ്ങയൊക്കെ രാജം പണിക്കർ പൊട്ടിക്കുന്നത്. ഓ അതാണോ വലിയ ആനക്കാര്യം? എങ്ങനെ പൊട്ടിക്കുന്നറിയോ? ഇങ്ങോട്ട് നോക്കേ, കൈയുടെ ഈ ഭാഗം കൊണ്ടേ ചേടാ, ഇടിക്കാൻ പോവാന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തേങ്ങ അങ്ങോട്ട് തരികയല്ലായിരുന്നോ? ഒരിടി വെറുതെ പോയില്ലയോ? വല്ലടോ പൊട്ടിയോടോ? ഭാഗ്യം കൊണ്ട് തറയ്ക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതല്ല, തന്റെ കൈയുടെ എല്ലുവെല്ലാം പൊട്ടിയൊന്നാ ഞാൻ ചോദിച്ചത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കരാട്ടയും കൂടി അറിയാവുന്ന രാജം പണിക്കരോട് കയറി കളരിന്ന് പറഞ്ഞ് മത്സരിക്കാൻ ചെന്നാൽ വർഗീസ് അളിയന്റെ എല്ലുണ്ടല്ലോ ചുടുകട്ട പോലെ പൊട്ടും. അതൊക്കെ തന്നെക്കാൾ ഫേഷായിട്ട് വർഗീസളിൽ അറിയാടോ. അളിയൽ അതിന്റെ 7 അയലോകത്തോട്ട് പോകത്തില്ല, അറിയാവോ? പക്ഷെ പ്രവിത്താനത്തച്ഛൻ നിർബന്ധിച്ച വർഗീസ് അച്ഛൻ പിന്മാറുകയല്ല. നേരാ. അച്ഛൻ എന്നെ കണ്ണീച്ചോറില്ലാത്തവനാണോ? അളിയനെ കൊലക്ക് കൊടുത്തിട്ട് വേണോ അച്ഛൻ അനാഥാലയം പണിയാൻ? വർഗീസിനെ കൊല്ലാനോ അടിയറ പറയിക്കാനോ ഏതൊരുത്തനുണ്ടടാ ഈ ഭൂമിയില്? എന്റെ പള്ളേ കിടന്ന് ഓതരം കടകം പറഞ്ഞ് കളരിത്തായം പഠിച്ചാണ് അവന്. അവന്റെ മുമ്പിൽ രാജമണിക്കര് വന്ന് നിന്നാല് എന്റെ കർത്താവേ, വർഗീസ് അവനെ കൊല്ലാതെ വിടണേന്നാ എന്റെ പ്രാർത്ഥന. അമ്മച്ചി എന്നെ കരുതിക്കൊണ്ടേ കേമത്തരം പറയുന്നേ. ഉശിര് കാണിക്കാൻ വയനാട്ടിലോട്ട് വിളിച്ചിട്ടേ പേടി അഭിമാനവും കാരണം മാറിക്കളഞ്ഞാ വർഗീസ്. കാള പറ്റെന്നറിയുമ്പോ കയറെടുക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ പാട്ടിന് പോ. വർഗീസ് ഒന്നും അങ്ങോട്ടടിയിൽ ഇറങ്ങിയാല. അവൻ ഇറങ്ങിയാലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നടുവിലെ കുന്നിൽ കളരി കുരുക്കൽ അഗസ്ത്യൻ വൈദ്യന്റെ മോനാന്നേ അവൻ ഇറങ്ങിയിരിക്കും. പിന്നെ ഇറങ്ങും. അവൻ അന്തസ്സും അഭിമാനവും വീറും ചൊണയുള്ളവനാ. അവന്റെ അപ്പനെ ചതിച്ചവനോട് അവൻ പകരം ചോദിക്കും. പോരെങ്കിൽ പള്ളിവക അനാഥാലയത്തിന് 4 കാശുണ്ടാക്കാൻ കൂടിയല്ലേ. എന്റെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവനെ കച്ചകെട്ടി ചിറക്കിയിരിക്കും. ഹലോ ഹലോ, പ്രാക്ടീസിംഗ്. കളരിപ്പയറ്റ് മത്സരം ഏപ്രിൽ 14-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പീരങ്കി മൈതാനത്ത് വെച്ച് കളരി പ്രസ്ഥാനത്തിന്റെ രോമാഞ്ചക ഇതിഹാസവുമായി മാറിയ നടുവിലേക്കുന്നൽ കളരി ഗുരുക്കൾ അഗസ്ത്യൻ വൈദ്യന്റെ പൊന്നോമന ശിഷ്യന്മാരായ തച്ചോളി വർഗീസും മതിലൂർ രാജം പണിക്കരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പപ്പയും കൊച്ചച്ചായനും കൂടി രഹസ്യമായിട്ട് വെച്ചിരുന്നതാ.
അമ്മാമ്മ വീമ്പളക്കിയിരിക്കോ? അങ്കിൾ മത്സരിക്കുന്നു. എന്നെ വിറ്റ് കാശാക്കുന്ന കൂടപ്പിറപ്പുകളാ എനിക്കുള്ളത്. എടാ അവര് ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. എന്നെ അറിയാമെന്നാ? ചേച്ചി നീ ഒന്ന് അടങ്ങടി. ആങ്ങളെന്നും പറഞ്ഞ് ഒരുത്തനുണ്ടെന്നല്ലാതെ നമ്മുടെ എന്നാ കാര്യത്തിന് അവനെ ഒതുങ്ങിയിട്ടുള്ളത്? ആ വിറ്റ് കാശാക്ക പോലും അതിന് ഏത് പട്ടി അടക്കുന്നു? മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഇവളുമാരും കെട്ടിയവന്മാരും കൂടെ ചേർന്ന് എന്നെ കെട്ടിയിട്ട് തീ വയ്ക്കും. എന്നതിനാന്നറിയോ? അഭ്യാസം കാണാൻ, അത് കാണിച്ച് കാശുണ്ടാക്കാൻ. കർത്താവേ, എന്നാ വർത്തമാനം ഈ പറയുന്നേ? എടാ നിന്റെ നാക്കുണ്ടല്ലോ ഒന്ന് പുഴുത്തു പോകത്തേ ഉള്ളൂ. അപ്പൊ അത് വിറ്റ് കാശാക്കാം. ഇവരതും അതിനപ്പുറവും ചെയ്യും. പക്ഷെ അമ്മച്ചി ഞാൻ അങ്ങനെയല്ല കരുതിയത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ മേല. ഇവർക്ക് കൂട്ടിവയ്ക്കാൻ അമ്മച്ചിക്ക് എങ്ങനെ തോന്നി? കളരിന്ന് വെച്ച അമ്മച്ചിക്ക് ജീവനല്ലായിരുന്നോ? അത് നശിപ്പിച്ചിട്ട് എന്നാ കിട്ടാനാ? കിളിങ്ങുന്ന വെള്ളിക്കാശോ? എടാ വടക്കംപാട്ടിലെ വീരന്മാരെ പോലെ നിന്റെ അപ്പൻ ആരോടെങ്കിലും അംഗം വെട്ടുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചോളാം ഞാൻ. പക്ഷേ ഒടുവിൽ ഞാൻ കണ്ടതെന്നതാ? ദീനക്കിടക്കെ കിടന്നോണ്ട് എന്നോട് എന്നതാ പറഞ്ഞതെന്നറിയാവോ? ഞാനിപ്പോ മരണത്തോട് അംഗം വെട്ടുകയാണ്. ജയിച്ചു വരാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ. അവസാനം ആരാ ജയിച്ചത്? നിന്റെ അപ്പനെ ദീനക്കിടക്കയിൽ എത്തിച്ച ആ രാജൻ പണിക്കര്. അവനോട് നീ കണക്ക് ചോദിക്കുന്നത് കാണാനായി അമ്മച്ചി ആഗ്രഹിച്ചത്. നീ അംഗം വെട്ടി ജയിക്കുമ്പോ ജയിക്കുന്നത് നീ മാത്രമല്ല, കളരി നിന്റെ അപ്പനും കൂടാ. അതിൽ നിന്നൊരു ചില്ലിക്കാശ് ഇവിടെ ആരും എടുക്കുകയില്ല. അതാ പ്രഭുത്താനത്തച്ഛന് അനാഥാലയം കെട്ടാനുള്ളതാ. അതിനുള്ള വഴിയായിട്ടാ കർത്താവ് നിന്നെ അയച്ചത്. നീ തള്ളി പറയരുത്. കച്ച കെട്ടണം, അങ്കത്തട്ടിൽ ഇറങ്ങണം.